ക്രാവിങ്സ് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? ക്രാവിങ്സിലൂടെ നമ്മുടെ ശരീരം കുറേ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഷുഗർ ക്രാവിങ്. മോസ്റ്റ്ലി എല്ലാ ആളുകൾക്കും ഉണ്ടാവുന്നതാണ് മധുരം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. നമ്മുടെ ശരീരത്തിൽ ലോ എനർജി വരാം, അല്ലെങ്കിൽ സെറാട്ടോണിന്റെ ഉൽപ്പാദനം കുറയാം. ഇപ്പോഴാണ് ആ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഷുഗർ ക്രാവിങ്സ് കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂവലാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ ശരീരത്തിലെ സെറാട്ടോണിൻ ഉൽപ്പാദനം ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. സെറാട്ടോണിൻ എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് ഹോർമോൺ ആണ്. നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഭക്ഷണത്തിൽ, നമ്മുടെ ഡയറ്റിൽ ഒരു പ്രോട്ടീൻ ഡയറ്റ് ഇല്ലാത്തത് കൊണ്ടും, അതുപോലെ തന്നെ മീൽസ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്ന സാഹചര്യത്തിലും ഒരു ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ ബോഡിയിൽ വരുമ്പോഴാണ് ഈ ഷുഗർ ക്രാവിങ്സ് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡയറ്റിൽ കൂടുതലും ഹെൽത്തി കാർബ്സ്, ഹെൽത്തി ഫാറ്റ്, പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഉണ്ടാവണം. അതിൽ കൂടുതലും ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സ്, ദെൻ സ്വീറ്റ് പൊട്ടറ്റോ, ഓട്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് നമ്മൾ തയ്യാറാക്കി അതുപോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ ക്രാവിങ്സ് നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തതാണ് ക്രാവിങ് സോൾട്ട്. ഉപ്പ് കഴിക്കാനുള്ള ഒരു ക്രാവിങ്സ് നമുക്ക് വരും. നമ്മുടെ ബോഡിയിൽ മിനറലിൻ്റെ അളവ് കുറയുമ്പോഴും ഹൈ സ്ട്രെസ് ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. നമ്മുടെ ബോഡിയിൽ സോഡിയം എന്ന മിനറൽ റീബാലൻസ് ആവുമ്പോഴും ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലിരിക്കുന്ന സമയത്തും നമുക്ക് ഈ സോൾട്ട് ക്രാവിങ്സ് വരും. ഡീഹൈഡ്രേറ്റ് ആവാം, ബോഡി ഡീഹൈഡ്രേറ്റ് ആവാം. അതുപോലെ തന്നെ കോർട്ടിസോൾ ലെവലിൻ്റെ കൂടെ ഇലക്ട്രോലൈറ്റ് ഇൻടേക്ക് കുറയാം ഒക്കെ ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ഇതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബോഡീനെ എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, മിനറൽ റിച്ച് ഫുഡുകൾ കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സോൾട്ടി സ്നാക്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഒലിവ്, അതുപോലെ സീഡ്സ് പോലുള്ള ഐറ്റംസുകൾ, സോൾട്ടി സ്നാക്സ് ഒക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ക്രാവിങ് സോൾട്ട് എന്ന് പറയുന്ന പ്രോബ്ലത്തെ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തതാണ് ചോക്ലേറ്റ് ക്രാവിങ്. ചോക്ലേറ്റ് കഴിക്കാനുള്ള ക്രാവിങ്സ് കൂടുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴും അതുപോലെ തന്നെ ഇമോഷണലി ഡാമേജ് ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ചോക്ലേറ്റ് ക്രാവിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് കുറേ ഹോർമോണൽ ചേഞ്ചസ്, സ്ട്രെസ്, ആങ്സൈറ്റി, പുവർ സ്ലീപ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണം. ഇനി ഇതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതലും ഈ ലീഫി ഗ്രീൻസ്, ഡാർക്ക് ചോക്ലേറ്റ് പോലുള്ള മഗ്നീഷ്യം റിച്ച് ഫുഡുകൾ നമ്മളുടെ ഡയറ്റ് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ സ്ട്രെസ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസുകൾ കറക്റ്റായിട്ട് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ, നല്ലൊരു ഉറക്കം, നല്ല ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ഡേ നമ്മൾ ചെയ്തു തീർക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചോക്ലേറ്റ് ക്രാവിങ്സ് ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് വൺ, ക്രാവിങ് ഫ്രൈഡ് ഐറ്റംസ്. ഫ്രൈഡ് ഐറ്റംസോടുള്ള ക്രാവിങ്സ് വരുന്നത് നമ്മുടെ ബോഡി എപ്പോഴും ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഇമോഷണലി ഓവർലോഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഈ ഫ്രൈഡ് ഐറ്റംസോടുള്ള ക്രാവിങ്സ് നമ്മുടെ ബോഡി നമുക്ക് കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല ക്രഞ്ചി ഫുഡ് കഴിക്കുമ്പോൾ നമ്മളുടെ ജോസ്, അതുപോലെ തന്നെ സെൻസറി സിസ്റ്റത്തെ അത് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയും പ്രഷറിനെ കാം ചെയ്യിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പോൾ ഈ സമയത്ത് അതുപോലെ ഹോർമോണൽ ചേഞ്ചസ്, ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഉറക്കം കറക്റ്റായിട്ട് കിട്ടാണ്ടിരിക്കുക, ഈ സമയത്തൊക്കെ നമുക്ക് ഈ ഫ്രൈഡ് ഐറ്റംസുകൾ, ക്രാവിങ് സംഭവങ്ങൾ നമുക്ക് വരും. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഓൾട്ടർനേറ്റീവ് കുറച്ച് സമയങ്ങളിൽ കൂടുതലും ക്രഞ്ചി ആയിട്ടുള്ള ഹെൽത്തി സ്നാക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് ക്യാരറ്റ് അല്ലെങ്കിൽ ഫ്രൂട്ട് സ്ലൈഡ്സ് ഒക്കെ ഇടയ്ക്ക് നമ്മൾ എടുക്കുന്നതിലൂടെ ഈ ഒരു ക്രാവിങ്സിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ ക്രാവിങ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.